എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ പറയണത്, പടച്ചോനെ ഇവൻ എൻ്റെ ചങ്കാണ്, കരളാണെന്നൊക്കെ പറയണത്. അങ്ങനെയാണല്ലോ, ചങ്കെന്നാ ഇന്ന് കൂട്ടുകാരെ പറയാ. അപ്പൊ ആണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളെ ആണുങ്ങൾ കൂട്ടുകാരാക്കിയിട്ട് ഇപ്പൊ വേണ്ടാതെ പെണ്ണുങ്ങളെ കൂട്ടുകാരാക്കും. അവിടെ നിന്നാണെങ്കിൽ പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഏകദേശം ആണുങ്ങളെ കൂട്ടുകാരാക്കും. എന്റെ പ്രിയമുള്ളവരെ, ചിലരുടെ ഏറ്റവും വലിയ ഫ്രണ്ട് വാപ്പയാ, പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് ഉമ്മയാ. ചിലപ്പോൾ കൂടപ്പറപ്പുകൾ തമ്മിൽ നടക്കുന്നത് കണ്ടാൽ കൂട്ടുകാരെ പോലെ നടക്കുന്ന എല്ലാവർക്കും ഫ്രണ്ട്സുകളുണ്ട്, ഇല്ലാത്തവർ വളരെ കുറവാണ്. സത്യത്തിൽ എന്തിനായി ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നത്? ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാ? നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നിന്റെ ദുഃഖത്തിലും നിന്റെ സന്തോഷത്തിലും കൂടെ നിൽക്കുന്നവനാ കൂട്ടുകാരൻ. ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന സാമ്പത്തികമായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ കൂട്ടുകാരനെ തിരിച്ചറിയുക. അല്ലാതെ പണവും ആരോഗ്യവും അധികാരവും ഉള്ളപ്പോൾ കൂടെ കൂടാൻ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പറഞ്ഞത്, പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ പിന്നെ കൂത്തുകാരൻ മാത്രമാ. പണവും അധികാരവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നിന്റെ കൂടെയുണ്ട്, ഇല്ലെങ്കിലോ ആരുമില്ല. അപ്പൊ എല്ലാവരും കൂട്ടുകാരെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അല്ലാഹുവേ സന്തോഷത്തിന്റെ വേളയിൽ മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ഒരു പ്രയാസമോ ദുരിതമോ കടന്നു വരുമ്പോ എനിക്ക് താങ്ങും തണലുമാകണം അവനാ കൂട്ടുകാരൻ. എങ്കിൽ നമ്മളെല്ലാവരും എത്ര കണ്ട് സ്നേഹിച്ചാലും, എത്ര വലിയ ചങ്കോ കരളോ കൂമ്പോ തലച്ചോറോ എന്തുമാകട്ടെ, നിങ്ങൾ എത്ര കണ്ട് സ്നേഹിച്ചവരാണെങ്കിലും ഒരു ദിവസം നിങ്ങളെ കൈയൊഴിയും. അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും കൂടപ്പുറപ്പാണെങ്കിലും ആരാണെങ്കിലും, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവനും നമ്മളെ കൈയൊഴിയുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ? നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും അവരെല്ലാവരും നമ്മളെ കൈയൊഴിയുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ് കൈയൊഴിയുന്നത്? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലെ കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നമ്മൾ സ്നേഹിക്കുന്നവര് മുഴുവനും നമ്മളെ കൈയൊഴിയുന്ന സമയം എപ്പോഴാണ്? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ റൂഹങ്ങ് മലക്കുൽ മൗത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ, പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവര് മുഴുവനും നമ്മളെ താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ സൈഡിൽ ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തുകയാണ്. അവിടെ നല്ല ചൂടുവെള്ളത്തിൽ പടച്ചവനെ നമ്മുടെ മയ്യത്തങ്ങ് കുളിപ്പിക്കുകയാ. അതാ ജനാസയങ്ങ് കുളിപ്പിച്ചു. മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ താങ്ങിയെടുത്തുന്നത് പോലെ പുതിയ വസ്ത്രത്തിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് റബ്ബേ നിന്റെ വീടിന്റെ അകത്ത് ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നെ കൊണ്ടുപോയി 3 കഷ്ടം വെള്ളത്തുണിയുടെ മുകളിലേക്ക് നിന്നെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. അത് കഴിഞ്ഞാ പിന്നെ നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളില് നിന്റെ മൂക്കിന്റെ താരത്തേക്ക് പഞ്ഞിയെടുത്ത് വെച്ചിട്ട് നിന്റെ കുടുംബക്കാര് പറയുകയാ, കാണേണ്ടവരൊക്കെ പെട്ടെന്ന് കണ്ടോ, കാണേണ്ടവരൊക്കെ പെട്ടെന്ന് കണ്ടോ. അവസാനം നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്നെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി എന്തൊരു തിരക്കെന്നറിയുമോ? തിരക്ക് കൂട്ടിയിട്ട് നിന്റെ ജനാസയൊന്ന് കാണാറ് ജനങ്ങൾ മുഴുവനും തിരക്ക് കൂട്ടിയിട്ട് നിൽക്കുമ്പോ നിന്റെ കുടുംബക്കാര് തന്നെ വിളിച്ചു പറയും, കണ്ടത് മതി പൊതിഞ്ഞുകൊള്ളാൻ. എന്തൊരു ധൃതി എന്നറിയോ? എന്തൊരു ധൃതിയാണെന്നറിയുമോ? കണ്ടതൊക്കെ മതി മയ്യത്ത് പൊതിയാറ്. 3 കഷ്ടം വെള്ളത്തുണിയിൽ നിന്നെ പൊതിഞ്ഞിട്ട് അവസാനം തലയുടെയും കാലിന്റെയും ഭാഗത്തും ആ തുണി ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നത് കണ്ട മാർക്കറ്റിൽ പടച്ചവനെ സാധനങ്ങൾ ചാക്കിലിട്ടിട്ട് വരിഞ്ഞു മുറുക്കുന്നത് പോലെയാ. ഇതുപോലെ 3 കഷ്ടം തുണിയിൽ നിന്റെ ജനാസ പൊതിഞ്ഞു 3 കെട്ടുകളും കെട്ടി ഇവിടത്തെ പള്ളിയിൽ നിന്ന് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്ന പഴയ മോഡലായ മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ,
അതിന്റെ അകത്തേക്ക് നിന്നെ എടുത്ത് കിടത്തി. എന്നിട്ട് 6 പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസ ഉയർത്തുകയാണ്. അവര് ചുമലിലേക്ക് വെച്ചു, പള്ളിയിലേക്ക് നടക്കുകയാണ്. അതാ നിന്റെ വീട്ടിൽ നിന്ന് ജനാസ ഇറങ്ങുമ്പോ നിന്റെ ഭാര്യ, നിന്റെ പെങ്ങന്മാര്, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പിറപ്പുകള്, നിന്റെ കുടുംബക്കാര് അവരും അവിടെ നിന്ന് കൈയൊഴിഞ്ഞു. ജനാസ പള്ളിയിൽ കൊണ്ടുവന്നു. നിന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്നു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. പിന്നെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുകയാണ്. അല്ലാഹുവേ, പള്ളിപ്പറമ്പിൽ ഒരു കബറിങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട്. പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ഒരു വ്യത്യാസവുമില്ല. 2 പേര് കബറിന്റെ അകത്തിറങ്ങി. നിന്നെ താങ്ങിയെടുത്തിട്ട് കബറിന്റെ അകത്ത് വെച്ചോ. 3 കെട്ടുകളും അടിച്ചു മാറ്റി കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു. എന്നിട്ട് കബറിന്റെ അകത്ത് നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാ, മകനെവിടെ? ഒരു പിടി മണ്ണ് വാരിത്താടാ. ഉമ്മാടെ കബളിന്റെ താഴെ വെക്കാനാണ്, അപ്പയുടെ കബളിന്റെ താഴെ വെക്കാനാണ്. ഒരു പിടി മണ്ണ് വാരി കൊടുക്കുമ്പോ അതിങ്ങനെ കബളിന്റെ താഴെ വെച്ചു. പിന്നെ പലകയെടുത്ത് നിരത്തുകയാണ്. റബ്ബേ, ഓരോ പലകകളും എടുത്ത് നിരത്തി. അവസാനം പലക നിരത്തി കഴിഞ്ഞാല് കബറിന്റെ മുകളിൽ മണ്ണ് വാരിയിടുന്ന സമയമാ. കബറിന്റെ മുകളിൽ മണ്ണ് വാരിയിടുന്ന സമയമാ. ഇന്ന് കബറിന്റെ മുകളിൽ ജനങ്ങൾ മണ്ണ് വാരിയിടുന്നത് കണ്ട എന്തോ മത്സരം നടക്കുന്നത് പോലെയാണ്. എന്തോ മത്സരം നടക്കുന്നത് പോലെ. എന്റെ പ്രിയമുള്ളവരെ, വെറുതെയല്ല അല്ലാഹുവിന്റെ റസൂല് മണ്ണിടാൻ പറഞ്ഞത്. പഠിക്കാൻ 3 പാഠങ്ങളാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തഅറതൻ ഉഖ്റാ. ാണ് മണ്ണ് വാരിയിടേണ്ടത്. 3 പിടി മണ്ണ് വാരിയിട്ടു. അവസാനം 4 ഭാഗത്ത് നിന്ന് മണ്ണ് വെട്ടിയിട്ട് കബറിന്റെ പണിയങ്ങ് പൂർത്തിയായി. അത് കഴിഞ്ഞിട്ട് റബ്ബേ, കബറിന്റെ മുകളിൽ 2 ചെടി നടണമല്ലോ. എല്ലാം കഴിഞ്ഞാല് പിന്നെ കബറിന്റെ മുകളിൽ കാലിലും തലയിലും ഒരു ചെടി നടണം. ഏത് മോനാ പോകുമ്പോ കൊണ്ടുപോകുന്നത്? വാപ്പാടെ ജനാസ, ഉമ്മയുടെ ജനാസ പള്ളിയിൽ കബറടക്കാൻ പോകുമ്പോ ഏതു മകനാണ് പടച്ചവനെ വാപ്പയുടെ നെഞ്ചിന്റെ മുകളില്, മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ നടാനുള്ള ചെടി ആരാ കൊണ്ടുപോകുന്നത്? അധികം മക്കളും കൊണ്ടുപോകാറില്ല. സമയമാകുമ്പോ വേറെ ഏതെങ്കിലും ഒരുത്തന്റെ തലയിലിരിക്കുന്ന കമ്പൊടിക്കലാ. അതും അനുവാദം ചോദിക്കൂല. അനുവാദം ചോദിക്കാതെ മോഷണം നടത്തിയിട്ട് വാപ്പയുടെയും ഉമ്മയുടെയും തലയിലും കാലിലും ഒരു ചെടി നട്ട് വെച്ചിട്ട് എല്ലാവരും പറയുന്ന വാക്കെന്താ? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എല്ലാവരും നിന്നെ ഒരു പടുകുടിക്കകത്ത്, ആരുമില്ലാത്ത ഒരു വെളിച്ചമില്ലാത്ത പള്ളിപ്പറമ്പിലെ ഒരു കുടിക്കകത്ത് നിന്നെ ഇറക്കി ഒറ്റക്കിട്ടിട്ട് നിന്റെ കുടുംബക്കാര് മുഴുവനും പറയുന്നു മഅസ്സലാമാ മഅസ്സലാമാ. എല്ലാവരും നിന്നെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഒറ്റക്കിട്ടിട്ട് തിരിച്ച് നടന്നു പോകുമെങ്കില് പ്രിയമുള്ളവരെ, അവിടെയല്ലേ നിനക്ക് കൂട്ടുവേണ്ടത്? അവിടെയല്ലേ നിനക്ക് സഹായം വേണ്ടത്? പ്രിയമുള്ളവരെ, കാരണം ജീവിതത്തിൽ നീ ഒറ്റപ്പെടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ജീവിതത്തില് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ദുനിയാവിലല്ല, അത് മഹ്ശറിലല്ല, അത് നരകത്തിലല്ല, അത് സ്വർഗത്തിലല്ല. സിറാജ് തന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം, അത് 6 അടി മണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും എല്ലാവരും നമ്മളെ കൊണ്ടുവന്ന് ആ കുടിക്കകത്ത് കിടത്തിയിട്ട് തിരിച്ചു പോകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചില മക്കള് പറയും, ഉസ്താദേ, എൻ്റെ ഉപ്പ എന്ത് ജീവനാണെന്നറിയോ, എൻ്റെ ഉമ്മ എന്ത് ജീവനാണെന്നറിയോ, ഉസ്താദേ എൻ്റെ ഭർത്താവില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. താത്താമാര് പറയും.
എന്റെ ഭാര്യയില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റൂല ഉസ്താദ്, അത്രയ്ക്ക് ഞങ്ങൾ സ്നേഹവ, എന്റെ ചങ്ക ഉസ്താദ്, എന്റെ കരള ഉസ്താദ്. ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ ആരായിരിക്കുന്നത്? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പാടെ എത്രയോ പേരുടെ വാപ്പ അവിടെ കിടക്കുന്നുണ്ട്. ഏത് മകനായി ഈ പള്ളിപ്പറമ്പിൽ ഇരിക്കണ? ഈ ഭാര്യമാർ എത്ര, ഈ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ഖബറിൽ കിടക്കണ ഏത് പെണ്ണായി പള്ളിപ്പറമ്പിൽ ഇരിക്കുക? ഏത് സുഹൃത്താണ് തൻ്റെ കൂടപ്പറപ്പിന്റെ തൻ്റെ കൂട്ടുകാരന്റെ ഖബറിന്റെ ചാരത്തിരിക്കുന്നത്? ഒരു മനുഷ്യനും ഇരിക്കൂല. എല്ലാം കൂടെ കൊണ്ടുവന്ന കുടിയിട്ടിട്ട് പറയും അസ്സലാമു അലൈക്കും, തിരിച്ചു പോകും. ഇതാ എന്റെയും ഞങ്ങളുടെയും അവസ്ഥ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അവരാണോ കൂട്ടുകാരി? എടാ, നിനക്ക് ഉപകാരപ്പെടുന്നവനെയാ നീ കൂട്ടുകാരനാക്കേണ്ടത്. നീ സ്നേഹിക്കുന്നവർ മുഴുവനും നിന്നെ ഈ നട റോഡിൽ കൊണ്ട് കളയുന്നത് പോലെ ഈ കാട് പിടിച്ച് കിടക്കണ പള്ളിക്കാട്ടി കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് പോകുവാനാണെങ്കിൽ പിന്നെ അവരുടെ കൂടെ കൂടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇവരുടെ കൂടെ കൂടിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? നിനക്ക് പ്രയോജനമുള്ളവരെയല്ലേ നീ കൂട്ടുകാരനാക്കേണ്ടത്. നിനക്ക് എന്തെങ്കിലും ഗുണമുള്ളവന്റെ കൂടെ വേണം നീ കൂടാൻ. അപ്പൊ ഞാനൊരു കൂട്ടുകാരനെ പറഞ്ഞു തരാം. ആ കൂട്ടുകാരൻ ദുനിയാവിൽ നിന്റെ കൂടെ ഉണ്ടാകും. ഒരു നിമിഷം പോലും വിടൂല, കൂടെ ഉണ്ടാകും. മരണസമയത്ത് കൂടെ ഉണ്ടാകും. ഖബറിൻ്റെ അകത്ത് കൂടെ ഉണ്ടാകും. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും കൂടെ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ കോടതിയിൽ സിറാത്തിലുണ്ടാകും. അള്ളാഹുവെ അവസാനം നിന്നെ സ്വർഗം വരെ കൊണ്ടുപോകുന്ന ഒരു കൂട്ടുകാരനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഒരു കൂട്ടുകാരനെ ഞാനങ്ങോട്ട് പറഞ്ഞുതരാം, കൂടെ കുടിക്കൂ. ഞാൻ പറയുന്ന ഈ കൂട്ടുകാരന്റെ കൂടെ നിങ്ങൾ ആരെങ്കിലും കൂടിയാൽ നിന്റെ സർവ്വ കാര്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിന്റെ കൂടെ ഉണ്ടാകും. ആ കൂട്ടുകാരൻ ആരാ? കള്ളും കുടിച്ച് പെണ്ണും പിടിച്ചടക്കുന്ന വൃത്തികെട്ടവന്മാരും പരിശീലനമാരൊന്നുമല്ല. അവരാരെന്നറിയുമോ? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്തിട്ടില്ല, പാപം കണ്ടിട്ടില്ല, പാപം കേട്ടിട്ടില്ല, പാപം പറഞ്ഞിട്ടില്ല. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നന്മ മാത്രം ചെയ്യുന്ന ചില കൂട്ടുകാരുണ്ട്. അള്ളാഹു അവരുടെ കൂടെ കൂട്ടുകൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവരാരായിരിക്കും? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ, ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത ആ വിഭാഗം അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ മലക്കുകളുമായിട്ട് കൂട്ടുകൂടാൻ പറ്റുമോ? നല്ല ചോദ്യമാണ്. മലക്കുകളുമായിട്ട് നമ്മളാരും മലക്കുകളെ കണ്ടിട്ടില്ല. അപ്പൊ മലക്കുകളുമായിട്ട് എങ്ങനെ കൂട്ടുകൂടാം? എന്റെ സഹോദര, നിന്റെ ജീവിതത്തിൽ നീ ആദ്യം പരിചയപ്പെട്ടത് മലക്കിനെയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് എൻ്റെ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ ഒരു മലക്കെൻ്റെ അടുക്ക വന്നു. എൻ്റെ റിസ്ക് എഴുതാൻ, എനിക്ക് റൂഹുതാൻ, എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഒരു മലക്ക ഖബറിൽ എൻ്റെ ഉമ്മാടെ എൻ്റെ അടുത്ത് വന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എൻ്റെ കൂടെ 33 കൊല്ലം കൊണ്ട് ഒരു നിമിഷം പോലും എന്നെ വിട്ട് പിരിയാതെ ഈ രണ്ട് മലക്കിലിരിക്കുന്നുണ്ട്. ഒരു നിമിഷം അവരിറങ്ങൂല. എൻ്റെ ഉമ്മയോ എൻ്റെ ഭാര്യയോ മക്കളോ കൂടെ പുറപ്പല്ല എൻ്റെ കൂടെ നടക്കുന്നേ. ഈ ചുമലി കയറിയിരിക്കുന്ന മലക്കുകൾ അവർ ഇറങ്ങാറേയില്ല. ഞാൻ ഉറങ്ങിയാലും അവരുറങ്ങൂല. 24 മണിക്കൂർ നമ്മുടെ കൂടെ അവർ നടക്കുന്നു. ഇനി നമ്മൾ മരിച്ചാലോ? ലോകത്ത് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചാൽ ആദ്യം കരയുന്നത് മലക്ക. ഏത് മലക്ക്? ഈ മലക്ക് അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ ഈ മലക്കുകൾ കരയുമത്രേ. അള്ളാഹു ചോദിക്കും, നിങ്ങൾ എന്തിനാ കരയുന്നേ? അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടുകാരൻ പോവാണല്ലോ. അള്ളാഹ് പടച്ചോനെ, സിറാജ് ഞങ്ങളെ വിട്ടിട്ട് പിരിഞ്ഞു പോകാറില്ല. 33 കൊല്ലം കൊണ്ട് അവന്റെ കൂടെ നടക്കാം. പോകുന്ന വിഷമം കൊണ്ടാറില്ല. അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് അവൻ അത്ര ഇഷ്ടമാണോ? മലക്കുകളോട് ചോദിക്കും, നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണോ? ഇഷ്ടമാണോ പടച്ചവനെ? എങ്കിൽ ഈ ഭൂമിയിൽ തന്നെ ഖിയാമത്ത് നാൾ വരെ ഇരുന്ന് ഇബാദത്ത് ചെയ്യും. ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ ഇരുന്ന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ആർക്ക് വേണ്ടി? സിറാജിന് വേണ്ടി. അള്ളാഹു മലക്കുകളോട് പറയുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇരിക്കുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ചില ആൾക്കാരെ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളിൽ ചില ആൾക്കാർ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് അറിയാം. ഈ നാട്ടുകാർക്ക് അറിയണമെന്നില്ല. ഈ നാട്ടിൽ വന്നിട്ട് നിന്നെ കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ നിന്റെ കുടുംബക്കാരന് തന്നെ അറിയണമെന്നില്ല. പക്ഷെ ആർക്കറിയാം? ജിബ്രീൽ അലൈഹിസ്സലാം മുതലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും നിന്റെ പേരും നിന്റെ വീടും നിന്റെ സർവ്വ കാര്യങ്ങളും മലക്കുകൾ പറഞ്ഞു തരും. അങ്ങനെ മലക്കുകൾ സ്നേഹിക്കുന്ന ചില വിഭാഗം ആൾക്കാരുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 6 വിഭാഗം,
ഒരു 6 നല്ല ഗുണം ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന 6 നല്ല ഗുണം ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തപ്പോ ഒരു പിണക്കമുള്ളതുപോലെ ഞാൻ നിങ്ങൾക്ക് പൈസ വല്ലതും തരാനുണ്ടോ? ഉണ്ടോ? രാഷ്ട്രീയപരമായിട്ടോ സംഘടനപരമായിട്ടോ നമ്മൾ തമ്മിൽ എന്തെങ്കിലും കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ? പറ, ഉണ്ടോ? ഇല്ല. പിന്നെന്തപ്പാ മസിൽ പിടിച്ചിരിക്കുന്നത്? ഒരു സദക്ക കൊടുക്കുവോ? ഒരു സദക്ക കൊടുക്കുവോ? പൈസ വേണ്ട, അത് നീ വെച്ചോ, എനിക്ക് വേണ്ട. ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത്, പുഞ്ചിരിക്കുന്നത് സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരു സദക്ക കൊടുത്തേ. ഒന്ന് ചിരിക്കും മനുഷ്യ. കൊലച്ചിരിയാ, പുഞ്ചിരിക്കാനേ പറഞ്ഞുള്ളൂ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈ ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഈ ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുകൾക്ക് പരിചയമുള്ള ആരാ ഇവിടെ ഉള്ളത് നോക്കാം. മലക്കുകൾ പരിചയമുള്ള എത്ര പേരാണ് ഈ കൂട്ടത്തിലുള്ളത്? നീയുണ്ടോ? അതാ ചിന്തിക്കണ്ടേ. ഞാനുണ്ടോ? ഞാൻ ചിന്തിക്കാൻ. നിങ്ങളുണ്ടോ? ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്ക്. മലക്കുകൾ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ നിന്റെ പേരുണ്ടോ? ഇപ്പൊ നമ്മളൊക്കെ രാജ്യത്തിന് പുറത്തു പോകേണ്ടവരാണ്. എല്ലാവരും അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ, ഇവിടെ തന്നെയാണോ ജനിച്ചേ എന്നുള്ള രേഖയൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമാണല്ലോ. അപ്പൊ നമുക്കൊന്ന് സെൻസസ് എടുത്ത് നോക്കാം. അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ നമ്മുടെ പേരുണ്ടോ? അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഈ പുറത്ത് നിൽക്കുന്ന ചങ്ങാതിമാരെ കാണുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. കാരണം എന്തെന്നറിയാം? എടാ, അള്ളാഹു സ്വർഗത്തിലിരിക്കാൻ അവസരം തരുമ്പോൾ എന്തിനാ പുറത്ത് നിൽക്കണേ? അതുകൊണ്ട് ആ പുറത്ത് നിൽക്കണ സംഘാടകരാണോ ആരാണ്? ഈ ഒഴിഞ്ഞു കിടക്കണ കസേര പറക്കി കൊണ്ടുകൊടുത്ത അവിടെയെങ്കിലും ആരാ? ഇപ്പൊ സംഘാടകരാരാ ഉള്ള? ഈ ഒഴിഞ്ഞു കിടക്കണ കസേര പറക്കി ആ റോഡിൽ കൊണ്ടുപോയി സാജിദേ കയറിയിടാ. നീയാ? അപ്പൊ പുറത്തേക്കണ ചങ്ങായം പെണ്ണുങ്ങളുടെ പുറകിലൊക്കെ പോയി നിൽക്കണ ചങ്ങാതിമാരെ, കാക്കാമാരെ, ഒന്നീ സ്വർഗത്തിൽ കയറിയിരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങി. എന്തിനാ വെറുതെ നിൽക്കണേ? നിങ്ങൾ അവിടെ നിൽക്കുന്നതിലും ഭേദം വീട്ടിൽ പോയിരുന്നിട്ട് ഈ മൊബൈൽ എടുത്ത് നോക്കിയാൽ ലൈവായിട്ട് വേദാട്ടെ. എന്തിനാ ഇവിടെ നിൽക്കണേ? ഇത്രയും നല്ല ഒരു സദസ്സ് കണ്ടിട്ട് അത് കണ്ണിന്റെ മുന്നിൽ നടക്കുന്നത് കണ്ടിട്ട് കയറിയിരിക്കാൻ വയ്യെങ്കിൽ അതിനർത്ഥം നീ ഇതിനെ കളിയാക്കുന്നതിന് തുല്യമാണ്. എന്തിനാ വെറുതെ 8ന്റെ പണി ചോദിച്ചു വാങ്ങുന്നത് അള്ളാഹിനോട്? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്നീ നിങ്ങൾ അകത്ത് കയറുക, അല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങുക, ഏതെങ്കിലും ചെയ്യും. അള്ളാഹു എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്നാമത്തെ വിഭാഗമാരാ? അള്ളാഹുവിന്റെ മലക്കുകളെ സ്നേഹിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? പെണ്ണുങ്ങളെ, നിങ്ങളിൽ ആരെയാണ് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ളത്? നിങ്ങളിൽ ആരെയാണ് മലക്കുകൾ? നിങ്ങളിൽ ആർക്ക് വേണ്ടിയാണ് മലക്കുകൾ ദുആ ചെയ്യുന്നത്? ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോയി. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ മുത്തുനബിയുടെ ചാരത്തുകൂടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്നു പോവാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ആ പോകുന്നത് അബൂദറല്ലേ നബിയെ? നിങ്ങൾ ആരുടെയും പേര് എനിക്കറിയില്ല. ഒരൊറ്റ മനുഷ്യന്റെ ഇരിക്കുന്ന ചങ്ങായിയുടെ പേര് മാത്രം അറിയാം. വേറെ ഒരാളുടെയും അധികം ആരുടെയും പേര് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ നാട്ടുകാരനല്ല. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഒരാൾ നടന്നു. ഞാൻ പെട്ടെന്ന് ചോദിക്കാം, ആ പോകുന്നത് അബൂബക്കറല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കില്ലേ, ഇയാൾക്ക് എങ്ങനെ അറിയാതെ പേര്? എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി ഇങ്ങനെ ഇരിക്കുമ്പോൾ മുത്തുനബിയോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാണ്, ആ പോകുന്നത് അബൂദറല്ലേ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു അത്ഭുതത്തോടെ, നിനക്ക് എങ്ങനെ അറിയാം? ആ പോകുന്നത് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം ജിബ്രീൽ? ആര് പറഞ്ഞു തന്ന പേര്? ആരാ പറഞ്ഞു തന്നത് ആ ചെറുപ്പക്കാരന്റെ പേര് അബൂദറാണെന്ന്? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ അത്ഭുതത്തോടുകൂടി ചോദിക്കുമ്പോൾ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂദറിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ നബിയേ. എനിക്ക് മാത്രമല്ല ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബി അശ്ഹറു ഫിൽ അർളി. ഭൂമിയിലുള്ള ആൾക്കാർക്ക് അറിയുന്നതിനേക്കാളും നല്ലതുപോലെ ആ ചെറുപ്പക്കാരനെ എല്ലാ മലക്കുകൾക്കും പരിചയമാണ് നബിയേ.
നബിയേ. ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും നബിയേ. എല്ലാവർക്കും ആ ചെറുപ്പക്കാരനെ അറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി അബൂദറാരാ മസ്ജിദ് നബവിയുടെ വെളിയിൽ കിടക്കുന്ന പാവപ്പെട്ട സഹാബിയാണ്. പഠിച്ചവനെ ഒരു ദിവസം ഒരു നേരം പോലും സ്വന്തമായിട്ടൊരു കാരയ്ക്ക പോലും കഴിക്കാനില്ലാത്ത, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ മറ്റൊരു പുതപ്പില്ലാത്ത, ഈ ഭൂമിയിൽ ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാത്ത പഠിച്ചവനെ അതാ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മലക്കുകൾക്ക് എങ്ങനെയാ പരിചയം? എങ്ങനെയാണ് മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീലേ, അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാ? നീ സ്നേഹിക്കാനുള്ള കാരണമെന്താ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മലക്കുകൾ സ്നേഹിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നബിയേ. ആ ചെറുപ്പക്കാരനൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് മലക്കുകൾ സ്നേഹിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീലേ, ആ സ്വഭാവം ഏതാണ് ജിബ്രീൽ? ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു നല്ല സ്വഭാവമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അബൂദർ ഒരു പരിത്യാഗിയാണ് നബിയേ. അബൂദർ ആരെന്നറിയുമോ? ഈ ദുനിയാവിനെ വെറുത്തവനാ. ഈ ദുനിയാവിനെ വെറുപ്പായിരുന്നു, ആഖിറത്തിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ദുനിയാവിനോട് വല്ലാത്ത വെറുപ്പ്. ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ സ്നേഹിക്കുന്നവനായിരുന്നു അബൂദർ. അതുകൊണ്ടാണ് മലക്കുകളെ സ്നേഹിച്ചത്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് ദുനിയാവിനോട് മഹബ്ബത്തില്ലായിരുന്നു. ദുനിയാവിനോട് സ്നേഹമില്ല, പണത്തിനോട് ആർത്തിയില്ല, അധികാരങ്ങളോട് മോഹമില്ല, കൊട്ടാരങ്ങളോട് വല്ലാത്ത അത്യാഗ്രഹമില്ല. പടച്ചവനെ ദുനിയാവിനോട് വെറുപ്പാ, ആഖിറത്തിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് മലക്കുകളെ സ്നേഹിച്ചതെന്ന് മുത്തുനബി പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമേ, നമുക്ക് നേരെ തിരിച്ചാണ്. നമുക്ക് ആഖിറത്തിനെ വല്ലാത്ത വെറുപ്പാ. മരണവോ ഖബറോ പരലോകവോ മഹ്ശറയോ സിറാത്തോ മീസാനോ നരകവോ പറയുന്നത് തന്നെ നമുക്ക് ഇഷ്ടമല്ല. പടച്ചവനെ, നമുക്കെല്ലാവർക്കും ദുനിയാവിനോട് വല്ലാത്ത മഹബ്ബത്താ, ദുനിയാവിനോട് വല്ലാത്ത സ്നേഹമാ. എങ്ങനെയും കുറെ പണമുണ്ടാക്കണം, കൊട്ടാരങ്ങൾ പണിയണം, അടിച്ചു പൊളിച്ച് നടക്കണം, അധികാരങ്ങളിൽ നമുക്കെത്തണം. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയമുള്ള സഹോദരാ, നീ ദുനിയാവിനെ ഇഷ്ടപ്പെടല്ലേ, ദുനിയാവിന്റെ പുറകെ പോകല്ലേ. ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരോട് നമുക്ക് പടച്ചവനോട് നന്ദി കാണിക്കാൻ പോലും സമയമില്ല. എല്ലാവരും ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള പരക്കം പാച്ചിലില്ല. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും ആഖിറത്തിനെ മറന്നിട്ട് ദുനിയാവിനെ സ്നേഹിച്ചാ അല്ലാഹു അവന് 4 ശിക്ഷ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, പണത്തിനോടോ അധികാരത്തിനോടോ കൊട്ടാരങ്ങളോടോ സുഖങ്ങളോടോ ഒന്നിനോടും ആഗ്രഹമില്ല. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മ മാത്രം. കാരണം ജനിച്ചപ്പോഴേ ബാങ്കും വിളിച്ചു, ഇക്കാമത്തും കൊടുത്തു, ഇനി കുളിപ്പിച്ചുകൊണ്ട് കടത്തിയാൽ മതി, ഈ ചിന്തയാ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുടെ ചിന്ത. അത് നമുക്കോ മരണം പ്രസംഗിക്കുന്നത്, ഓ എന്നും ഇത് തന്നെയാടാ, ഖബർ പരലോകം, ഇതന്നെ ഇഷ്ടം തന്നെയല്ല.